realme കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ realme Narzo 50. നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ പരിശോധിക്കുന്നത് realme Narzo 50 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. നേരത്തെ തന്നെ realme Narzo 50A എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരുന്നു. അതിന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് realme Narzo 50. ഈ Narzo എന്ന് പറയുന്ന റിയൽമിയുടെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകളെ പുറത്തിറക്കുന്ന, ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു മിഡിൽ സെഗ്മെന്റിൽ നമുക്ക് മികച്ച സ്മാർട്ട് ഫോണുകൾ ലഭിക്കുന്ന റിയൽമിയുടെ ഒരു സീരീസാണ് Narzo സീരീസ്. Narzo 10, Narzo 20, 30, 40 ഇപ്പോൾ വന്നിട്ട് 50 സീരീസിലെ സ്മാർട്ട് ഫോണാണിത്. നേരത്തെ 50A പുറത്തിറക്കിയിരുന്നു. എന്ത് തന്നെയായാലും ഈ ഒരു Narzo സീരീസിലെ ഫോണുകളാണ് ഇത്തരത്തിൽ ബ്ലൂ കളർ ബോക്സിനകത്താണ് വരുന്നത്. ഒരു പക്ഷേ എൻ്റെ ഒരു ഗസ്സിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു Narzo സീരീസിനെ ഒരു പക്ഷേ ഭാവിയിൽ റിയൽമി ഒരു സബ് ബ്രാൻഡായിട്ട് വേണമെങ്കിൽ മാറ്റാനുള്ള സാധ്യത ഞാൻ കാണുന്നു. എത്രത്തോളം ശരിയാണോന്നില്ല. അല്ല, ഞാൻ പറയാൻ കാര്യം ഈ Narzo എന്ന് പറയുന്നത് അതിൻ്റെ ബോക്സിന് തന്നെ ഉണ്ടല്ലേ, സാധാരണ റിയൽമിയുടെ ബോക്സിൽ നിന്നൊക്കെ കളറിന് പോലും ഒക്കെ വ്യത്യാസത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. എന്തായാലും മികച്ച പ്രൈസിങ്ങിലാണ് ഇത്തരം സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുന്നത് Narzo സീരീസിൽ. പറഞ്ഞു തീർക്കുന്നില്ല, ഫോൺ അൺബോക്സ് ചെയ്യാം. ഫോണിൻ്റെ ബോക്സിന് മുകളിൽ ഇതുപോലെ നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ Narzo 50 എന്ന് എഴുതിയിട്ടുണ്ട്. Narzo എന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്നു. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഒരു വെള്ള പേപ്പർ ബോക്സിനകത്ത് ദ ഫീൽ ദ പവർ എന്ന് എഴുതിയിട്ടുണ്ട്. Narzo എന്നതുപോലെ ഇവിടെ എഴുതിയിരിക്കുന്നു. വെള്ള പേപ്പർ ബോക്സ്, അത് പുറത്തേക്ക് എടുക്കാം. ഇതിനകത്ത് ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സേഫ്റ്റി ഗൈഡും വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് കേസിനകത്ത് ഒരു 4 ക്യാമറകളുടെ ഒരു കട്ടൗട്ട്, ആക്ച്വലി ഫോണിനകത്ത് 3 ക്യാമറയേ ഉള്ളൂ, എന്നാലും ആ ഒരു 4 കട്ടൗട്ടുകൾ നമുക്ക് ഇതുപോലെ കാണാം. ഒരു അല്പം ഒരു ഗ്രേഷ് ആയിട്ടുള്ള കളറാണ് ഇതിൻ്റെ ഒരു ബാക്ക് കേസിന് കൊടുത്തിരിക്കുന്നത്. ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് കേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാൻ തൽക്കാലം അത് മാറ്റി വയ്ക്കാം. വേറെ ഇതിൻ്റെ ബോക്സിനകത്തുള്ളത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. കൂടാതെ ചാർജിങ്ങിനായിട്ട് ഇത്തരത്തിൽ USB Type-C കേബിൾ തന്നെ നൽകിയിരിക്കുന്നു. ഈ ഒരു പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെയാണ് സിം ഇജക്ടർ പിൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അത് പുറത്തേക്ക് ഇതുപോലെ എടുക്കാം. ഇതേ ഇരിക്കുന്നു റിയൽമി Narzo 50. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റിക്കറുണ്ട്, അത് നമുക്ക് ഒഴിവാക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഈ കാണുന്ന ടെക്സ്ചറിന് റിയൽമി വിളിക്കുന്ന പേര് കെവ്ലാർ സ്പീഡ് ടെക്സ്ചർ ഡിസൈൻ എന്നാണ്. നല്ല ഒരു തരം ലൈൻസ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഈ ഒരു കളറും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആണെന്ന് പറയാം, കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീലുണ്ട്. എന്തായാലും Narzo 50A ഇതിൻ്റെ മുൻഗാമി, അതിനേക്കാളും കാണാൻ ലുക്ക് ഉണ്ടെന്ന് പറയാതെ വയ്യ. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 3 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു LED ഫ്ലാഷ് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 50 MB എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന മിക്ക ക്യാമറകളിലും സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ക്യാമറ സെൻസർ എന്ന് പറയുന്നത് 50 MBയുടേതാണ്. അതിൽ താഴെയില്ല. നേരത്തെയൊക്കെ 48 MB ആയിരുന്നു. എന്നാൽ ഈ ഫോണിൻ്റെ പ്രോസസ്സർ അതിൻ്റെ പെർഫോമൻസ് കൂടുന്നതനുസരിച്ചിട്ടാണ് അത്തരം പ്രോസസ്സറുകൾ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയുടെ സെൻസറിൻ്റെയും അപ്ഗ്രേഡ് വന്ന് ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് 50 MB ആയിട്ട് മിക്ക ഫോണുകളിലും മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ Narzo എന്നും ഡിസൈൻ ബൈ റിയൽമി എന്നും എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ വലത് സൈഡിലാണ് ഇതുപോലെ പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. Narzo 50Aയിൽ നിന്ന് 50ലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു അപ്ഗ്രേഡ് ആണ് ഈ ഒരു ഫിംഗർ പ്രിന്റ്. അതായത് 50Aയിൽ ബാക്ക് സൈഡിലായിരുന്നു ഫിംഗർ പ്രിന്റ്. താഴെ സ്പീക്കറുകളിൽ USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോണുകൾ, അതുപോലെ 3.5mm ഓഡിയോ ജാക്ക്. ഇടത് സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേഴ്സും സിം ട്രേയും കാണാം. ഫോണിന്റെ സിം ട്രേ വന്നിട്ട് ട്രിപ്പിൾ കാർഡ് സിം സ്ലോട്ട്, അതായത് ഒരേ സമയം നമുക്ക് 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡ് പോളികാർബണേറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു വെയിറ്റ് വന്നിട്ട് 194 ഗ്രാം ആണ്. 8.5 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇതുപോലെ 120 ഹെഡ്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയേണ്ടി വരും. 480 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലെന്ന് അറിയാം. ഈ ഒരു 480 നിറ്റ്സ് ഓക്കെ ആണ് എന്ന് പറയേണ്ടി വരും. ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ അത് ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഫോണിനകത്ത് ആൻഡ്രോയിഡ് വെർഷൻ 11
ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 2 നൽകിയിട്ടുണ്ട്. റിയൽമിയുടെ ചില ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾ ഇപ്പോൾ തന്നെ റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ റിയൽമി UI 3 റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിനകത്തും വേണമെങ്കിൽ റിയൽമി UI 3 നൽകാമായിരുന്നു. അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ ഇപ്പോൾ ആൻഡ്രോയിഡ് 13ൻ്റെ ഡെവലപ്പർ പ്രിവ്യൂ വരെ വന്നിട്ടുണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് 11 ആണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നേരത്തെ ഫോണുകളുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഇനിയെങ്കിലും ആൻഡ്രോയിഡ് 12 ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കണം. കാരണം ഈ ഇത്തരം ഫോണുകൾ 2 വർഷത്തെ മെയിൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ലഭിക്കും. അപ്പോൾ 11 വരുമ്പോൾ 12ഉം 13ഉം കിട്ടും. പക്ഷേ 12 ആയിരുന്നുവെങ്കിൽ 13ഉം 14 വരെയുള്ള അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 11 ആണ്. 12 ആയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട്. വൈഫൈ കോളിംഗ് സപ്പോർട്ടും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറഞ്ഞാൽ MediaTekന്റെ ഹീലിയോ G96 എന്ന പ്രോസറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ 6GB റാം വേരിയൻറ്റും വരുന്നുണ്ട്, 4GB റാം വേരിയൻറ്റും വരുന്നുണ്ട്. അതുപോലെ 6GB ആണെങ്കിൽ 128GB ഇന്റർണൽ മെമ്മറിയും 4GB ആണെങ്കിൽ 64GB ഇന്റർണൽ മെമ്മറിയുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ റാം നമുക്ക് 3 രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. 2GB, 3GB, അതുപോലെ 5GB വരെ നമുക്ക് അത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ 6GB റാം വേരിയൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 5GB വരെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് 11GB റാം വരെ ആവശ്യമുള്ള സമയത്ത് ഇത് വെർച്വലി എക്സ്പാൻഡ് ചെയ്യപ്പെടും. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X റാമും സ്റ്റോറേജ് ടൈപ്പ് UFS 2.1 ഈ ഒരു ഫോണിനകത്ത് 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ക്യാമറകൾ എന്ന് പറയുന്നത് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു AI സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൈഡ് ആംഗിൾ സെൻസർ നൽകിയിട്ടില്ല. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ ഓക്കെയാണ്. പിന്നെ ഈ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ AI സെൻസർ അതൊന്നും വലിയ ഭയങ്കരമായിട്ടുള്ള യൂസ് ഒന്നും വരത്തില്ല. പേരിന് വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ മികച്ച സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നതിന് വേണ്ടി ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ മുകളിൽ ഇടത് സൈഡിലായിട്ട് ഇത്തരത്തിൽ ഒരു പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു വലിപ്പം ഒരല്പം കൂടുതലല്ലേ എന്ന് ഒരു സംശയം. ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മാക്സിമം 1080pയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാനാവുക. ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ ക്യാമറ ഒരുവിധം മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ടെന്ന് പറയണം. ആ ഒരു 50MP സെൻസർ നിരവധി സ്മാർട്ട് ഫോണിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വരുന്ന മിക്ക ബേസ് മോഡലുകളിലും ആ ഒരു ബേസ് ക്യാമറ ആയിട്ട് വരുന്നത് 50MP സെൻസറാണ്. അതൊരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ സെൽഫി ഫോട്ടോകളും 16 മെഗാ പിക്സലിൻ്റെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ജോബാണ് അവിടെ ചെയ്യുന്നത്. നേരത്തെയുള്ള നാർസോ 50Aയിൽ നിന്ന് ബാക്ക് ക്യാമറയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല, അവിടെയും 52.2 ആയിരുന്നു. എന്നാൽ സെൽഫി ക്യാമറയിൽ 50Aയിൽ നിന്ന് 8 മെഗാ പിക്സലിൽ നിന്ന് 16 മെഗാ പിക്സലിലേക്ക് ഒരു അപ്ഗ്രേഡ് ഇവിടെ നാർസോ 50യിൽ വന്നിട്ടുമുണ്ട്. സ്പീഡ് ബ്ലൂ, സ്പീഡ് ബ്ലാക്ക് എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. നമ്മളിവിടെ പരിശോധിക്കുന്നത് സ്പീഡ് ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഒരു കറുത്ത കളർ വേരിയൻ്റ് കൂടിയാണ് ഇനി അടുത്തതായിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി സ്പീഡ് ബ്ലൂ ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. 2 വേരിയൻ്റ് ആണ്, 4GB, 64GB, വില 12,999 രൂപ. അതുപോലെ ഹയർ വേരിയൻ്റ് 6GB, 128GB, വില 15,499 രൂപ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളും കൂടി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ LED ഡിസ്പ്ലേ ഇല്ല. LED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മളങ്ങനെ മോഹിക്കുന്നില്ല. പക്ഷേ LCD ആണെങ്കിലും 120 Hzലേക്ക് എത്തിച്ചു റിഫ്രഷ് റേറ്റ് എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് പറയണം. അതുപോലെ ബാറ്ററി സൈഡ് 5000 mAh, ഓക്കെ, മിക്ക ഫോണുകളിലും 5000 mAh വരും. പക്ഷേ ചാർജർ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ കൊടുക്കുന്നു ഈ പ്രൈസ് റേഞ്ചിൽ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ MediaTekന്റെ G96 എന്ന പ്രോസസ്സർ ഒരു ഗെയിമൊക്കെ കളിക്കാൻ ഒരു മീഡിയം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രോസറാണ് G96. AnTuTu സ്കോറിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം റേഞ്ച് നമുക്ക് ഈ ഒരു പ്രോസർ നമുക്ക് നൽകും. അപ്പോൾ പ്രോസസ്സറിൻ്റെ ആ ഒരു സൈഡും ഓക്കെ ആണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ പെർഫോമൻസ് സൈഡും ഓക്കെയാണ്. ക്യാമറ ഡീസൻ്റ് ആണ്, അവിടെ എല്ലാം ഓക്കെയാണ്. പിന്നെ എന്താണ് ഈ ഒരു ഫോണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്. നമ്മൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചില വീഡിയോകളിൽ, കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഒരു പ്രഖ്യാപനം വന്നു 5G നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ഒരു 1.5 വർഷത്തിനുള്ളിൽ റോൾ ഔട്ട് ചെയ്യും. പക്ഷേ അത്തരത്തിൽ റോൾ ഔട്ട് ചെയ്യപ്പെടുന്നത് മെട്രോപൊളിറ്റൻ സിറ്റികളായിരിക്കും, ബോംബെ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും ആദ്യം വരിക. നമ്മുടെ ഒക്കെ സ്ഥലങ്ങളിലേക്ക് ഇത് എന്ന് വരും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു ഫോണിൻ്റെ വിൽപ്പനയെ സ്വാധീനിക്കുന്നത്. ഫോൺ മികച്ച പ്രൈസിങ്ങിലാണ് വിൽക്കുന്നത്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ് 12,999 രൂപ, 13,000 രൂപയ്ക്ക് വിൽക്കുന്നത്. പക്ഷേ ഹയർ വേരിയൻറ്റ് 6GB 128 15,500 വിൽക്കുന്നത്. അപ്പോൾ 15,500 ഹയർ വേരിയൻറ്റിന് പോകുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു 15,500 വേറെ 5G സ്മാർട്ട് ഫോണുകൾ ലഭിക്കും. പക്ഷേ ഓർക്കുക, 5G സ്മാർട്ട് ഫോൺ ഈ ഒരു 15,000 രൂപ റേഞ്ചിൽ നമ്മൾ
വാങ്ങിയാൽ പല കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ഉദാഹരണത്തിന് ഈ പറഞ്ഞ 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് കിട്ടില്ല, മികച്ച ഒരു പെർഫോമൻസ് ഉള്ള പ്രോസസ്സർ കിട്ടില്ല, 5G മാത്രം കാണും. നമ്മുടെ നാട്ടിൽ 5G എന്ന് വരും എന്നതാണ് ഇതിൻ്റെ എല്ലാം വിജയത്തെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.